ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അമ്മുക്കുട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഷോപ്പിങ്ങിൻ്റെ അൺബോക്സിങ് ആണ്. പക്ഷേ ഇത് അൺബോക്സ് ചെയ്യാൻ ഒരാളെയും കൂടി ഞാൻ റെഡിയാക്കി എത്തിയിട്ടുണ്ടായിരുന്നു. ആളെവിടെ പോയി എന്തോ. അപ്പോൾ ഗൈസ്, അപ്പുണ്ണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്പുണ്ണിനെയും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പുണ്ണിയായിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഷോർട്സിൽ ഞാൻ അപ്പുണ്ണിനെ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ അനിയനാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതെൻ്റെ അനിയനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങാം കളി. ഒരു മിനിറ്റ്. ഇന്നലെ കുറേ സാധനങ്ങൾ അൺബോക്സ് ചെയ്തുകൊണ്ട് കവറുകളിലൊന്നും ആയിരിക്കില്ല മിക്ക സാധനങ്ങളും, പുറത്ത് അവിടെ ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട, ഇന്നലെ അൺബോക്സിങ് കഴിഞ്ഞതാണ്. ഓക്കെ, നിൽക്കാം. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയാളാ ഒന്ന് കാണിക്കട്ടെ. ഇതിൻ്റെ ഈ ഒരു കവറിൻ്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ തോന്നും കവറിൻ്റെ സൈസ് ഇതിനുള്ളിലുള്ള സാധനങ്ങൾ കുറച്ചാണ്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന വലിയ കവറും കുറച്ച് സാധനങ്ങളുള്ളൂല്ലോ. കാരണം എന്താ, കുറേ സാധനങ്ങൾ ഉണ്ടായതാ, മിഠായി ഉണ്ടായതാ, ഇവനൊക്കെ രാത്രി തിന്നിർത്ത് ഇല്ല. ഇന്നലെ വൈകുന്നേരം അമ്മ ഷോപ്പിൽ പോയി തിരിച്ചു വന്നു, പുറത്ത് പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ കുറേ മിഠായികൾ കൊണ്ടുവന്നു. അത്യാവശ്യം കുറേ ഇല്ല, അത്യാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഇന്നലെ കഴിച്ചു. ഇനി ഫ്രിഡ്ജിലും 2 പഞ്ചും 2 സ്നിക്കേഴ്സും ആണ് ഉള്ളത്. ഇന്നലെ എനിക്ക് ഒരു സ്നിക്കേഴ്സും 1 പഞ്ചും മാത്രമേ കിട്ടുള്ളൂ, ബാക്കി എല്ലാം തിന്നിർത്തു. ഇല്ല, കള്ളം പറയുന്നോടെ. ഓക്കെ, അപ്പം എടുക്ക്. ക്യാമറ നേരാക്കട്ടെ. അമ്മേ എടുക്കൂ. നിങ്ങളുടെ സ്ഥലത്ത് ഭയങ്കര ചൂടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. എല്ലാവരും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. ഞാനും വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനും വെള്ളം കുടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബലൂൺ പമ്പാണ്. ഇത് എന്തെങ്കിലും മേടിച്ചെന്ന് വെച്ചാൽ ബലൂൺ വീർപ്പിക്കാനല്ല, ബലൂൺ വീർപ്പിക്കാൻ ഞാൻ ഇത് വെച്ച് നോക്കിയിട്ട് ബലൂൺ വീർക്കുന്നില്ല. അപ്പോൾ സ്വിമ്മിംഗ് പൂള് വീർപ്പിക്കാനായിട്ടാണ് ഇത് മേടിച്ചത്. മറ്റേ പ്ലഗിൽ കുത്തുന്നത് നോക്കിയിട്ട് അമ്മ കുറേ നടന്നു, പക്ഷെ അത് മേടിക്കാനായിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും സ്വിമ്മിംഗ് പൂള് വീർപ്പിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചത് എത്ര വീർപ്പിച്ചു. നെക്സ്റ്റ് ഇതൊരു കുഞ്ഞ് പാവക്കുട്ടിയാണ്, എൻ്റെ ഡ്രസ്സിനോട് മാച്ചായിട്ടുള്ളത്. നീ ഇരുന്നാണ് ഇച്ചിരി. പിന്നെ ഡ്രസ്സിനോട് മാച്ചായിട്ടുള്ള, കമ്പനിയോട് മാച്ചായിട്ടുള്ള ഒരു പാവക്കുട്ടി. ഇത് കാറിൽ തൂക്കിയിടാനായിട്ട് മേടിച്ചതാണ്. ഇത് എങ്ങനെ കാറിൽ തൂക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അടുത്ത കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. മിക്കവാറും ഞാനത് കൊടുക്കൂല, ഞാൻ തന്നെ കയ്യിൽ. നെക്സ്റ്റ് ഐറ്റം പോന്നോട്ടെ. ഇത് അവൻ്റെ കാറാണ്, അവൻ്റെ അമ്മ മേടിച്ചേക്കുന്ന ഒരു കാറാണ്. കാരണം എനിക്ക് മാത്രമല്ല സാധനങ്ങളും ഇത് എന്ന് വെച്ചാൽ എനിക്കിന് അവൾക്ക് മേടിച്ചു കൊടുത്ത് എനിക്ക് മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണമെന്ന് വെച്ചിട്ട് അമ്മ അവന് മേടിച്ച് കൊടുത്തൊരു കാറാണ്. ഇതിൻ്റെ അവിടെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചക്രം സെയിമാണ്, ഇവർ രണ്ടുപേരും സെയിമാണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം പോന്നോട്ടെ. യെസ്, ഒരു മഞ്ഞക്കാറാണ്. മഞ്ഞക്കാരനൊരു കഥയുണ്ട്. ഡോറൊക്കെ തുറക്കാൻ പറ്റും, തുറക്കാനൊക്കെ പറ്റുന്ന ഡോറാണ്. ഒരു റിയൽ കാർ പോലെ തന്നെ. പിന്നെ ഇന്നലെ മേടിച്ച സാധനമാണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇപ്പുറത്ത് അവിടെ ഇപ്പുറത്ത് ലൈറ്റില്ല. ഇന്നലെ വന്നിട്ട് ഇത് ഉരുട്ടി അങ്ങോട്ട് ഒറ്റ ഓട്ടം ഓടിച്ചിട്ട് ചുമരുമ്മ ചെന്നിടിച്ചു, അങ്ങോട്ട് പഞ്ചറാക്കി ചത്തു, ലൈറ്റ് പൊട്ടി. അതാണ് എൻ്റെ കഥ. അടുത്തതാണ് വേറെ കട്ടറാടോ. ഓക്കെ, അടുത്ത കട്ടറും റബ്ബറും എടുക്കും. കട്ടറും റബ്ബറുമാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇനി അടുത്തത് ഇനി കുറച്ച് ആക്സസറീസ് ഐറ്റംസ് ആണ്. ഇതിൽ ഇവന് ആവശ്യമുള്ളൊന്നുമില്ല, വേണമെങ്കിൽ ഉണ്ട്. മാല, കമ്മല്, വള, അതൊക്കെ വേണം. ഇതൊന്ന് മുഖത്തിരിക്കണം. അതൊക്കെ ഇവനെ വേണമെങ്കിൽ നമുക്ക് ഇടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ പെണ്ണാക്കാം.
എനിക്ക് പെണ്ണ് വേണ്ട, ഞാൻ പെണ്ണൊന്നല്ല, ഞാൻ പോയാ. ഫസ്റ്റ് ഇത് അയ്യോ ഇതിൻ്റെ ഒപ്പം വേറെ സാധനങ്ങളൊക്കെ ചാടിപ്പോരുണ്ടല്ലോ. ഇത് വെച്ച് ഇത് ഒരു ഒരു ബുഷ് തലയിൽ കെട്ടുന്ന ഒരു ബുഷാണ്. അതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കും. എടാ ഒന്ന് നീങ്ങടാ, കാണിക്കട്ടെ. രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കും, നിന്നെ കാണില്ല. അങ്ങനത്തെ ഒരു ബുഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ സാധനം പിന്നെ അമ്മൂന്റെ കുഞ്ഞു ബാഗാണ്. ഇത് ഷോപ്പിങ്ങിന് ഇപ്പം മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു ഹാൻഡ് ബാഗ്സ്, നല്ല ഫ്ലഫി, നല്ല രസമുണ്ട്. അതും എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിൾ. എന്നെ പിടിച്ചിട്ട് ഓക്കെ ഗൈസ്. അടുത്തത് ഒരു ഹെയർ ബാൻഡാണ്, ബ്ലൂ കളർ ഹെയർ ബാൻഡ്, ബ്ലൂവും പിങ്കും കൂടി ഡോട്ട്സ് ഉള്ള ഒരു ഹെയർ ബാൻഡ്. അടുത്തത് ഇതിങ്ങനെ വെച്ചോ. അടുത്തത് ഒരു മുത്ത് കൊണ്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇത് ഞാൻ ഇപ്പം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളർ മാല എടുത്ത് ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് അടുത്ത മാസം May 7th ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ ആ മാരേജിന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഫാമിലി മൊത്തം യെല്ലോ കളർ ഡ്രസ്സ് ഇടാമെന്നാണ്. യെല്ലോ കളർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. യെല്ലോ കളർ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടി യെല്ലോ കളർ ബുഷ്, യെല്ലോ കളർ മാല, ആ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സ് താഴെയാണ്, ഡ്രസ്സ് അലമാരി വെച്ചിട്ടുണ്ട്. അടുത്തെന്താ അടുത്ത വേറൊരു മാലയാണ്, പർപ്പിൾ മാല. പർപ്പിൾ മാലയാണ്. ഇതും അമ്മ മേടിച്ചതാണ്. ഇത് ഭയങ്കര ഇഷ്ടമായത്, നല്ല രസമുണ്ട്. ടിങ് ടിങ്. അടുത്തെന്താ അടുത്തൊരു ബ്ലാക്ക് കളർ ക്ലിപ്പാണ്, നല്ല രസമുണ്ട് ഗൈസ്. ടിങ് കോങ് ടിങ്. എൻ്റെ തലയിൽ എന്തിനെ കൊണ്ട് അടുത്തതും വേറൊരു മാലയാണ്, ഈ വൈറ്റ് മാല. വൈറ്റ് മാല എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ കവറിൽ കൊണ്ടിട്ടത്. ഈ ഒരു വൈറ്റ് മുത്തിൻ്റെ മാല. ഇതിപ്പോ ഒരു എടുത്ത് വെച്ചു. എന്റെ തലയിൽ കൊണ്ടൊന്ന് വെക്കല്ലേ. അടുത്തത് പിന്നെ കയ്യിലിടുന്ന ഒരു ബാൻഡാണ്. ബാൻഡല്ല, ഒരു വാച്ച് പോലെയൊക്കെ ഇരിക്കും. അപ്പുണ്ണേ ഒരു വാച്ച് പോലെയൊക്കെ ഇരിക്കും. ഒരു മെർമെയ്ഡിൻ്റെ ആണ്. എനിക്ക് സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ കണ്ണ് നോക്ക് ഗൈസ്, മെർമെയ്ഡിൻ്റെ കണ്ണ് നോക്ക്. എനിക്ക് മഞ്ഞ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നെ ഒരു ക്ലിപ്പ്, ഒരു ക്രാബ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പിൾ ക്രാബ് ഉണ്ടായിരുന്നു, അന്നേരം മേടിച്ചത് ഇപ്പം കാണുന്നില്ല. അതാണ് വീട്ടിലൊരു സാധനം കൊണ്ടുവന്നാൽ അപ്പം കാണില്ല. അടുത്തത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, കയ്യിലിടുന്ന സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ റെയിൻബോ കളർ കാണാൻ പറ്റും. ഉള്ളിലല്ല, പുറത്തുനിന്ന് കാണാൻ പറ്റും. അടുത്ത ഒരു സ്ക്രഞ്ചീസാണ്, തലയിലിടുന്നൊരു ബ്ലാക്ക് കളർ സ്ക്രഞ്ചീസ്. എനിക്ക് സ്കൂളിലേക്ക് ഇടാൻ വേണ്ടി ഇപ്പോഴേ മേടിച്ച് വെച്ചേക്കാം. അപ്പോൾ അത് ഞാൻ ചീത്തേക്കും സ്കൂളിലാവുമ്പോഴേക്കും. പിന്നെ ഒരു പർപ്പിൾ കളർ ബാൻഡാണ്. പർപ്പിൾ കളർ ഒരു ബാൻഡ് ഉണ്ട്. ഇത് മിക്കവാറും അമ്മ എടുത്തുകൊണ്ട് പോകും. ഇതൊരു ബ്ലൂ കളറ്. ഇത് എന്താണ് ഇത്ര പെട്ടെന്ന് വന്നോട്ടിരിക്കണേ? ഇത് അമ്മയ്ക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. മിക്കവാറും അമ്മ അതെടുത്തുകൊണ്ട് പോകും, എനിക്ക് തരില്ല. പിന്നെ ഈ ഒരു ബ്ലൂ കളറാണ്. ഇത് ഞാൻ ഇന്നലെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പാകില്ല ഗൈസ്, ഭയങ്കര ലൂസ്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഗത്തിന് ഭയങ്കര ലൂസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രിക്ക് യൂസ് ചെയ്തു. ഇതിങ്ങനെ വളച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമല്ലേ. ഓക്കെ, അടുത്തത് ഇതാണ്. ഇത് ഒരു റെയിൻബോ കളർ എന്താ കയ്യിലിടുന്ന സംഭവമാണ്. കഴിഞ്ഞാ പിന്നെ കുറച്ച് ബ്ലാക്കും വൈറ്റും കുറച്ച് ബാൻഡ്സ് ഉണ്ട്. വൈറ്റ് ബാൻഡ്, പിന്നെ ബ്ലാക്ക്. അതിട്ട് വലിച്ചിപ്പോഴേ അത് കയ്യിലെടുത്ത്. പിന്നെ ബ്ലാക്ക് ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.